നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ക്വാണ്ടം ലവ് തെറാപ്പി? ക്വാണ്ടം ലവ് തെറാപ്പി എന്നത് ഊർജവും വൈബ്രേഷൻ തത്വങ്ങളും ഉപയോഗിച്ച് വൈകാരിക സുഖം വർദ്ധിപ്പിക്കുന്നതിനും ആന്തരിക ഊർജത്തെ സ്നേഹത്തോടും ബന്ധത്തോടും യോജിപ്പിച്ചുകൊണ്ട് ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലാക്കുന്ന ഒരു രോഗശാന്തി രീതിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഒരു മനോഹരമായ കഥ ഇതാ. മങ്ങിയ വെളിച്ചമുള്ള മുറിയുടെ നിശബ്ദതയിൽ എലീന അവളുടെ തെറാപ്പിസ്റ്റിന്റെ എതിർവശത്തിരുന്നു. തന്റെ കണ്ണുകൾ അടച്ചു. കൈകൾ അവളുടെ ഹൃദയത്തിൽ മെല്ലെ അമർന്നു. അവൾക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം അവൾ തന്റെ പ്രണയത്തിനായി വർഷങ്ങൾ ചെലവഴിച്ചു. എല്ലാ തെറ്റായ സ്ഥലങ്ങളിലും അതിനെ പിന്തുടർന്നു. അവൾക്ക് മുമ്പത്തേതിനേക്കാൾ ശൂന്യത അനുഭവപ്പെട്ടു. എന്നാൽ ക്വാണ്ടം ലവ് തെറാപ്പി വ്യത്യസ്തമായ ഒരു ആശയമായിരുന്നു. അത് കണ്ടെത്താനുള്ള സ്നേഹമല്ല, മറിച്ച് അനുഭവിക്കാനും വളർത്താനും ഉള്ളിൽ നിന്ന് പ്രസരിപ്പിക്കാനുമുള്ള സ്നേഹമായിരുന്നു. അവളുടെ തെറാപ്പിസ്റ്റ് മൃദുവായി പുഞ്ചിരിച്ചു. അവളുടെ ഊർജത്തിലും വൈബ്രേഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവളെ നയിച്ചു. സ്നേഹം നിങ്ങൾക്ക് വെളിയിലല്ല എലീന, അത് ഉള്ളിലാണ്. അത് തുറക്കപ്പെടാൻ കാത്തിരിക്കുന്നു. എലീന ദീർഘനിശ്വാസം എടുത്തപ്പോൾ അവളുടെ ഉള്ളിലെ ഊർജം അവൾ സങ്കല്പിച്ചു. അത് മൃദുവും ഊഷ്മളവുമായിരുന്നു. പ്രഭാതത്തിലെ ആദ്യ വെളിച്ചം പോലെ. അവൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. ആദ്യം കഷ്ടിച്ച്, പിന്നീട് കൂടുതൽ ശക്തിയായി. അത് അവളുടെ ഹൃദയത്തിൽ നിന്ന് സ്പന്ദിക്കുകയും ശരീരത്തിലൂടെ പടരുകയും ചെയ്തു. തെറാപ്പിക്കിടയിൽ മുൻകാല ബന്ധത്തിൽ നിന്നുള്ള നീറ്റലുകൾ അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അവയെ തള്ളിക്കളയുന്നതിനു പകരം അവയെ ഒഴുകിപ്പോകാൻ അവൾ അനുവദിച്ചു. അവൾ തളർന്നില്ല. അവൾക്ക് കുറവുകൾ ഉണ്ടായില്ല. അവൾ പൂർണ്ണയായിരുന്നു. അവൾ ലോകത്തിൽ നിന്ന് നേടിയ സ്നേഹം അത് തന്റെ ഉള്ളിലുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതാകട്ടെ പരിധിയില്ലാത്തതും അചഞ്ചലവുമായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. എന്നാൽ അത് സങ്കടത്തിൽ നിന്നല്ലായിരുന്നു, മോചനത്തിൽ നിന്ന്. അവൾ പുരാതനമായി എന്തോ ഒന്ന് പൊടി തട്ടിയെടുത്തു. അത് മറ്റുള്ളവരോട് മാത്രം ഉണ്ടായിരുന്നതായിരുന്നില്ല, തന്നോടും പ്രപഞ്ചത്തോടുമുള്ള ബന്ധം. ഒരു കാലത്ത് ഭയവും സംശയവും കൊണ്ട് തടഞ്ഞ പ്രണയത്തിന്റെ സ്പന്ദനങ്ങൾ ഇതാ ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ എലീന തന്നിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. ലോകം കൂടുതൽ മൃദുവായി തന്നെ ക്ഷണിക്കുമ്പോൾ അപരിചിതർ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്കും അനായാസമായി പുഞ്ചിരിക്കാനും ബന്ധങ്ങളെ സമ്പന്നമാക്കാനും കഴിഞ്ഞു. മറ്റുള്ളവർ മാറിയത് കൊണ്ടായിരുന്നില്ല അത്, മറിച്ച് അവളിലെ ഊർജം മാറിയിരുന്നു. ഇപ്പോഴവൾ സ്നേഹത്തിനായി തിരയുന്നില്ല, നേരെ മറിച്ച് അത് പ്രസരിപ്പിക്കുന്നു. ക്വാണ്ടം ലവ് തെറാപ്പി എലീനയ്ക്ക് ഒരു തികഞ്ഞ ജീവിതമോ യക്ഷിക്കഥയിലെ പ്രണയമോ വാഗ്ദാനം ചെയ്തില്ല. പകരം അതവൾക്ക് മഹത്തായ ഒരു പാഠം നൽകി. സ്നേഹം കണ്ടെത്താനുള്ള ഒന്നല്ല, മറിച്ച് അത് അവളുടെ സത്തയുടെ കാതലിൽ നിന്ന് ഓരോ നിമിഷവും അനുഭവിക്കേണ്ട ഒന്നാണ്. നന്ദി. വീണ്ടും കാണാം.